ഹായ്, ദുരന്തർ എന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഡയറക്ടഡ് ബൈ ആദിത്യധർ ഫ്രം ദി ഡയറക്ടർ ഓഫ് ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക്. പുള്ളി ഇതിനു മുമ്പ് കുറച്ച് സിനിമകളിലൊക്കെ പ്രൊഡ്യൂസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് കുറച്ച് സിനിമകൾക്ക് വേണ്ടി. സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ആദിത്യധർ ഡയറക്ഷൻ സ്ക്രീൻ പ്ലേയിൽ ഒരുമിച്ച് ചെയ്ത സിനിമ കൂടി അത്ര ഇഷ്ടപ്പെട്ട സിനിമയാണ്. വിക്കി കൗശാൽ ഓൾസോ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. ഇതും ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തെടുക്കുന്ന സിനിമയാണ്. ബേസ്ഡ് ഓൺ സം ട്രൂ സ്റ്റോറീസ് ആണ് ട്രെയിലർ എഴുതി കാണിച്ചത്. ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്ന അർജുൻ പ്രഭാൽ, സഞ്ജയ് ദത്ത്, പിന്നെ നമ്മുടെ മാധവൻ, പിന്നെ നമ്മുടെ സ്വന്തം രൺവീർ സിംഗ്, ദ ഡയറിംഗ് സ്റ്റാർ. ഞങ്ങൾ പറയാൻ കാരണം പുള്ളി ഇപ്പൊ സോഷ്യൽ മീഡിയയിലായാലും പബ്ലിക് ഇപ്പൊ സിനിമ ചെയ്യുമ്പോൾ ആയാലും പുള്ളി ഭയങ്കര ഡയറിംഗ് ഉള്ള ഒരു ആക്ടർ, ഡയറിംഗ് പേഴ്സണാലിറ്റി ആണ്. പുള്ളിക്ക് അങ്ങനെ ഇപ്പൊ പ്രത്യേക ഡ്രസ് ഇടുന്നതിലോ അല്ലെങ്കിൽ ആരും ഇടാൻ മടിക്കുന്ന ചില കോസ്റ്റ്യൂംസോ ഔട്ട്ഫിറ്റ് ഒക്കെ പുള്ളിക്ക് അത് എന്ത് ചെയ്താലും ചെയ്യണം. അതാ പുള്ളിയുടെ പ്രത്യേകത. രൺവീർ സിംഗ് എന്ന് സോഷ്യൽ മീഡിയ കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ. പിന്നെ മാധവൻ എഗെയിൻ ഒരു നല്ല സഞ്ചിതത്ത് നോക്കുമ്പോൾ മനസ്സിലാകണം. അർജുൻ പ്രഭാലും അതുപോലെ തന്നെ ഭയങ്കര ഒരു ടോർച്ചറിങ് സീനുകളൊക്കെയുള്ള ഒരു അടങ്ങിയുള്ള ട്രെയിലറാണ്. ഇത് മനക്കെട്ടില്ലാത്ത ഫെയിൻ ഹാർട്ടിന്റെ ആൾക്കാരൊന്നും ട്രെയിലർ കാണരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ട്രെയിലറിൽ തന്നെ ഒരുപാട് വയലൻസ് സംഭവങ്ങളുണ്ട്. ഐ തിങ്ക് ദിസ് വിൽ ഗെറ്റ് എൻ എ സർട്ടിഫിക്കറ്റ് ഫ്രം ദി സെൻസർ ബോർഡ്. ചില കട്ട്സും വരാൻ സാധ്യതയുണ്ട്. കട്ട്സ് ഒന്നും വരാതെ ഇറക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ആ സിനിമയുടെ ഒരു ഇമ്പാക്ട് ഉണ്ടെങ്കിൽ ആ ഒരു വയലൻസും ആ ഒരു ബ്ലഡ്ഷെഡും ഒരു ഗോറി ആയിട്ടുള്ള ഡീറ്റെയിൽ എല്ലാം അതുപോലെ തന്നെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഡയറക്ടർ ഓഫ് ഉറി ആദിത്യധർ. അപ്പൊ നല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ബോളിവുഡിന്റെ കഴിഞ്ഞ സ്ഥിതിയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഇപ്പൊ ബോളിവുഡ് സിനിമ കാണുമ്പോൾ എനിക്കൊരു പ്രിക്കോഷൻ ഉണ്ട്. ഈ വർഷം ഞാൻ സിദ്ധാർത്ഥ നവംബർ മാത്രമേ ബോളിവുഡ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടുള്ളൂ. വേറെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഗെറ്റ് ടു വാച്ച് സൂപ്പർ വോയിസ് ഉണ്ടായത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ. അതുകൊണ്ട് ഒരുപാട് സിനിമകൾ കാണാനുണ്ട് ബോളിവുഡിൽ ഇറങ്ങിയ വർഷം. നല്ല സിനിമകളുണ്ട്. ജോണി ത്രീ അതൊക്കെ കാണാനുണ്ട്. അങ്ങനെ ഒരുപാട് ഞാൻ ബോളിവുഡ് സിനിമ കാണുന്ന പൊതുവെ കുറവാണ് മറ്റു സിനിമകളെ കുറിച്ച് നോക്കുമ്പോൾ. പണ്ടൊക്കെ കാണുമായിരുന്നു. ഒരു പ്രൈം ടൈമിലുള്ള ബോളിവുഡിന്റെ ഒരു ആ സമയത്ത് എല്ലാ ബോളിവുഡ് പടമൊക്കെ ഇങ്ങനെ ടി വിയിലും അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ പോയിരുന്ന് കാണുമായിരുന്നു. ആദിത്യധർ എഗെയിൻ ഡയറക്ടർ ഓഫ് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്. നല്ല മേക്കിംഗ്, ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെയും ഒരു ടിപ്പിക്കൽ ബോളിവുഡ് പടത്തിന്റെ ഫ്ലേവർ എനിക്ക് ചില എവിടെയാണ് കിട്ടിയത്, ചില ഏരിയസ് എനിക്ക് കിട്ടി. പിന്നെ രൺവീർ സിംഗിന്റെ പെർഫോമൻസ് ട്രെയിലറിൽ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ മാധവന്റെ ആ ഒരു മേക്കപ്പ് റിയൽ ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല, ഞാൻ അത്തരം ന്യൂസ് ഒന്നും ഞാൻ നോക്കാത്ത ആളാണ്. എനിക്ക് അതിനെ കുറിച്ചുള്ള ഐഡിയ ഇല്ല. ബേസ്ഡ് ഓൺ സം ട്രൂ ഇവന്റ്സ് ആണ്. നേരത്തെ ശേഷം നോക്കിയായിരുന്നു വാട്ട് ആർ ദോസ് ട്രൂ ഇവന്റ്സ് എന്ന്. ഈ സിനിമ മേ ബി ഒരു കോൺട്രവേഴ്സി ആവാനുള്ള ചാൻസും ഞാൻ ഈ ട്രെയിലറിൽ കാണുന്നുണ്ട്. പിന്നെ വയലൻസ് അത് അപ്പൊ നന്നായിട്ട് അവര് എങ്ങനെയാണ് ആൾക്കാരെ എടുക്കാന്ന് അറിയില്ല. എന്നാലും നല്ലപോലെ ഇതിൽ കാണിക്കുന്നത്. പിന്നെ അക്ഷയ് ഖന്ന അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നു. അക്ഷയ് ഖന്ന റോള് വരുന്നുണ്ട്. അക്ഷയ് ഖന്ന. പിന്നെ പിന്നെ സാറാ അർജുൻ രൺവീർ സിംഗിന്റെ നായികയായിട്ട് സാറാ അർജുൻ വരുമ്പോ പലരും അത് പറഞ്ഞായിരുന്നു. പക്ഷെ അങ്ങനെ എനിക്ക് അതിനോടൊന്നും വലിയ ഇതൊന്നുമില്ല. എന്നാലും അതൊക്കെ എന്തുവാ മീൻസ് അങ്ങനത്തെ മൈൻഡ് സെറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ എന്തായാലും കണ്ടു നോക്കാം. യൂട്യൂബിലുണ്ട്. 4 മിനിറ്റ് എന്തോ ട്രെയിലർ ഉണ്ട്. ഇപ്പൊ വീഡിയോ ഡ്യൂറേഷൻ 4 മിനിറ്റ് കറക്റ്റ് ടൈം. അപ്പൊ 4 മിനിറ്റ് എന്തോ ഡ്യൂറേഷൻ ഉള്ള ട്രെയിലർ. പക്ഷെ 5 അല്ലേ, സോറി, 4 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള മടക്ക് 4 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള ട്രെയിലറാണ് ഈ പടത്തിന്റെ ദുരന്ത എന്ന സിനിമ ട്രെയിലർ. പക്ഷെ ഉണ്ടല്ലോ, ആ ട്രെയിലർ ഇങ്ങനെ വേണം ട്രെയിലർ എഡിറ്റ് ചെയ്യാൻ. ഈ 4 മിനിറ്റ് കൊണ്ട് ഒരു കഥ എനിക്ക് മനസ്സിലായില്ല. സീരിയസ്ലി ഈ 4 മിനിറ്റ് കൊണ്ട് എന്തൊക്കെയോ സംതിങ് ഹാപ്പനിങ്, സം എന്താ പറയുക ക്രൈസ് വരുന്നു, സം അറ്റാക്ക്, അങ്ങനത്തെ അറ്റാക്ക്, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പക്ഷെ 4 മിനിറ്റ് ഉണ്ടെങ്കിൽ പോലും ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ വേണം ട്രെയിലർ കട്ട് ചെയ്യാൻ. അതാണ് ട്രെയിലർ. ഒന്ന് എൻഗേജ് ആയിട്ട് ഇങ്ങനെ കാണുന്നത്. ഞാൻ അവസാനം ട്രെയിലർ കഴിഞ്ഞ 6 ദിവസത്തിലായി പോയി. അടിപൊളിയായിട്ട് ട്രെയിലർ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടൈറ്റിൽ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും December 5th സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഞാൻ കണ്ടിരിക്കും. സിനിമ കണ്ടിട്ട് ഞാൻ എന്റെ അഭിപ്രായം അറിയിച്ചേക്കാം. മേ ബി ഫസ്റ്റ് ഡേ ഓർ ഡേ
2 days later I watched this movie. എന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ ചാനലിൽ ഇവിടെ ഇട്ടേക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഗിവ് തംസ് അപ്പ്. ഓക്കെ, സോ യാ, അപ്പൊ ട്രെയിലർ കണ്ടു നോക്കാം, യൂട്യൂബിലുണ്ട്. അപ്പൊ ഓക്കെ ബൈ.